മുതലപ്പുഴയിലേക്ക് വന്നാൽ മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടാവുകയാണ്. മുതലപ്പുഴ എന്നത് കായലും കടലും സംഗമിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് വീണ്ടും അപകടമുണ്ടായത്. കായലും കടലും സംഗമിക്കുന്ന സ്ഥലം മാത്രമല്ല, അത് മത്സ്യബന്ധനത്തിന്റെ പ്രധാനപ്പെട്ട തെക്കൻ കേരളത്തിലെ കേന്ദ്രമാണ്. ഇരു കരകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഹാർബറുകൾ നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അവിടെ കടലിലേക്ക് വള്ളമിറക്കുമ്പോൾ അപകടത്തിൽ മരിച്ച ആളുകളുടെ എണ്ണമെടുത്താൽ അത് ഞെട്ടിക്കുന്ന കണക്കാണ്. അവിടെ വീണ്ടും അപകടമുണ്ടാകുന്നു. കടൽ ക്ഷോഭിച്ചു നിൽക്കുന്ന ഘട്ടത്തിലും അല്ലാത്ത ഘട്ടത്തിലുമെല്ലാം മുതലപ്പുഴയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നോക്കുക, അഴിമുഖത്ത് വള്ളം അത് തലകീഴായി മറിഞ്ഞു പോവുകയാണ്. അക്ഷരാർത്ഥത്തിൽ അപകടപ്പുഴയായി തന്നെ ഈ മുതലപ്പുഴ മാറിയിട്ടുണ്ട്. വള്ളം തലകീഴായി ഇന്ന് മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേർ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടാണ് നീന്തി രക്ഷപ്പെട്ടത്. മീൻ പിടിക്കാൻ പോയ സമയത്ത് അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഈ വള്ളം മറിഞ്ഞ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ഭാഗ്യം എന്നുള്ളതിൽ ആശ്വാസം. ബോട്ടിലുണ്ടായിരുന്ന വള്ളത്തിലുണ്ടായിരുന്ന 3 പേരും വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും നീന്തി കരയ്ക്കടുത്തു എന്നുള്ളതാണ്. മുതലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 3 പേർ അപകടത്തിൽപ്പെട്ടുവെങ്കിലും അവർ നീന്തി രക്ഷപ്പെട്ടു. തിരികെ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. വള്ളം ഇറക്കുമ്പോഴും തിരികെ കയറുമ്പോഴും വലിയ ദുർഘടമാണ് അവിടുത്തെ അന്തരീക്ഷം. അവിടെ ജീവനെടുക്കുന്ന ഒരു പുഴയായി മാറിയിട്ട് ദീർഘകാലമായി. പാർലമെന്റിൽ ഉൾപ്പെടെ ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ മുന്നിൽ വിഷയം വന്നതാണ്. അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു. പക്ഷേ അവയ്ക്കൊന്നും വേണ്ട രീതിയിലുള്ളൊരു സ്പീഡ് നമ്മൾ കാണുന്നില്ല എന്നാണ്. പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇപ്പോഴും നാട്ടുകാർക്ക് സമരം ചെയ്യേണ്ടി വരുന്ന, പ്രതിഷേധിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് മുതലപ്പുഴയിലും തുടരുന്നത്.